പശുതിക്ക് ഇറക്കി വെക്കണം. എന്നാലും നമ്മൾ ഈ ജെല്ല് ഇതിക്ക് ഒഴിക്കണം. ഈ മിഷൻ വെച്ചിട്ടാണ് ഞാൻ ജെല്ല് ഉണ്ടാക്കി എടുക്കുന്നത്. ആ ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ അടിച്ചതിന്റെ ശേഷം ഇതായ രീതിയിലാണ് ഇത് വരിക. ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഉറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ജെല്ല് കണ്ടോ. ഇതാണ് നമുക്ക് ആവശ്യം അല്ലേ. F-Zero എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്തായിട്ട് മൊറയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുനീർ കാസ് പ്രോഡക്റ്റ്. ഇത് ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ മുനീർ ഖാൻ്റെത്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അലോവേറ ജെല്ല്, അതായത് നമ്മുടെ കറ്റാർ വാഴ വെച്ചിട്ടുള്ള ജെല്ല്, അതും നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത് മുനീർ ഖാന്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്, വർഷം പറയാൻ പറ്റില്ല, തലമുറകളായിട്ട് വരുന്ന കൈമാറി വന്ന സംഭവമാണ്. അപ്പൊ വർഷങ്ങൾ നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, പാരമ്പര്യം. ഇത് നിങ്ങളിപ്പോ പറഞ്ഞു ഇതിൽ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതെങ്ങനെ നിങ്ങൾ നിലനിർത്തുന്ന? അപ്പം അത് ഫ്രിഡ്ജിൽ വെക്കണം. ഓ അത് ശരി. അത് ഒറിജിനൽ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം. പ്രിസർവേറ്റീവ് ചേർത്ത് കളറും കെമിക്കലും കൊടുക്കുമ്പോഴാണ് പുറത്ത് വെക്കുക. എത്ര കൊല്ലം നിൽക്കും? മാസങ്ങളോളം. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പുറത്ത് വെക്കാൻ പാടില്ല. ഞങ്ങൾ പാക്കിങ്ങും സീലിംഗും കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ്, നേരെ ഫ്രിഡ്ജിൽ കയറ്റി. കസ്റ്റമറിനെ ഞങ്ങൾ ഫീസറിൽ വെച്ച് ഐസാക്കിയിട്ടാണ് വിട്ടു കൊടുക്കുന്നത്. ഓ അത് ശരി, അവരെ കയ്യിലെത്തുന്നത് വരെ. അപ്പൊ കസ്റ്റമർ വാങ്ങിച്ചാലും ഇതേപോലെ ഉപയോഗിക്കുക, നേരെ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കണം നേരം? അതിലേക്ക് സ്പൂൺ ഇട്ട് മാത്രം എടുക്കുക. നനഞ്ഞ സ്പൂൺ ഇടാൻ പാടില്ല, വെള്ളം ഒന്നും ആക്കാൻ പാടില്ല, കൈയിട്ട് എടുക്കാൻ പാടില്ല, ഇതൊന്നും പാടില്ല. ഓക്കെ, നനവില്ലാത്ത സ്പൂൺ ഇട്ടിട്ട് ഇത് എടുക്കാനും പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മോശമായി പോകും. നാച്ചുറൽ ആയിട്ട് പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് കളറോ? ഇതാണ് ശരിക്കും കറ്റാർവാഴ ജെല്ലിന്റെ കളർ. ഇതാണ് കളർ. മറ്റൊക്കെ കളേഴ്സ് കാണുന്നുണ്ടല്ലോ, അത് കളർ കൊടുക്കണം. പച്ച, ചുവപ്പ്, നീല, വെള്ള എല്ലാം അതും പ്രശ്നമാണ്. ഗ്ലാസിന്റെ കളറൊക്കെ ആക്കി വരും. അത് നമ്മുടെ സ്കിന്നിന് പ്രശ്നമാവും. സ്കിന്നിന് മൊത്തം പറയണ്ടല്ലോ, വെളുക്കാൻ തെച്ചിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ. അപ്പൊ അതിലേക്ക് നമ്മൾ പോകണ്ട. കളർ ചേർക്കുന്നൊക്കെ കളറും പ്രിസർവേറ്റീവ് ഒക്കെ കേടാ, എല്ലാം പ്രശ്നം, സ്കിന്നിന് കേടാ. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെന്ന് എനിക്കറിയാം, നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മള് കറ്റാർവാഴ മുറിച്ച് ക്ലീൻ ആക്കി ഇതേ രീതിയിൽ വെക്കണം. കണ്ട് എന്നതിന്റെ ശേഷം ഇതിന് കീറിയിട്ടിന്റെ ഒറ്റ നടുക്ക് സെന്ററിൽ കീറിയിട്ട് ജെല്ല് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇത് ജെല്ലാണ്, ഇതെല്ലാം ജെല്ലാണ്. ഈ ജെല്ല് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ജെല്ല് കണ്ടോ. ഇതാണ് കറ്റാർവാഴ, നമുക്ക് ആവശ്യം. ഇതാണ് ജെല്ല്, കറ്റാർവാഴ ജെല്ല്. ഒറിജിനൽ ജെല്ല് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും കണ്ടോ. ഇത് കഴിക്കാം, നമുക്ക് ഇതങ്ങനെ ഉള്ളു കഴിക്കാം. ഇതിന്റെ ഒരു മഞ്ഞക്കറൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് പോവും ക്ലീൻ ആക്കി വെക്കുമ്പോ. മഞ്ഞക്കറുണ്ട്, അത് മഞ്ഞക്കറുണ്ട്, അത് നമുക്ക് ഇതിന് പറ്റില്ല. അത് പറ്റില്ല. അതിങ്ങനെ വെച്ച് ഒരു മണിക്കൂർ ആകുമ്പോഴത്തേനൊക്കെ എല്ലാം പോവും. അതിനുശേഷമുള്ളതാണ് ഈ ഒരു ജെല്ല്. ഈ ജെല്ല് ഇങ്ങനെ തീ ഇടുക, പശു ജെല്ല്. അങ്ങനെ രണ്ടാമത്തേത് ഇങ്ങനെ എടുക്കുക. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ജെല്ല് എടുക്കാം കേട്ടോ. ഫുൾ ജെല്ലാണ്. ഇതാണ് ഒറിജിനൽ ജെല്ല് പറഞ്ഞാൽ ഇങ്ങനെ വരിക. ഇതേ രീതി കളറൊക്കെ തന്നെ, വേറെ കളർ ചുവപ്പും പച്ചയൊന്നും ആവില്ല. പിന്നെ നമ്മൾ ജെല്ല് എടുത്തതിന് ശേഷം ഈ ജെല്ല് എടുത്തതിന് ശേഷം ഇതിന്റെ തോലില്ലേ, ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ഒഴിവാക്കണം. ഇതിനെ കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല. ഇത് വേസ്റ്റ്, കറ്റാർവാഴന്റെ തോലാണിത്. നമുക്ക് ആവശ്യം ജെല്ലാണ്. ഇപ്പൊ നമ്മൾ ആക്കി വെച്ച ജെല്ലുണ്ടല്ലോ, ഇത് ഇനി ക്രീമാക്കി എടുക്കണം. ക്രീമാക്കി എടുക്കാനായാലും ഇത് ബോട്ടിലാക്കണല്ലോ, ക്രീം മാതിരിയാണല്ലോ. ഇപ്പൊ നമ്മൾ സാധാരണ ജെല്ലാണ്, ഇനി ഇത് ക്രീമാക്കണം. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതാണ് നെറ്റ്. ഈ നെറ്റിന്റെ അളവിലാണ് ഇത് പുറത്തേക്ക് വരിക. വണ്ണം പറ്റ നൈസാവില്ല, ഈ വലുപ്പത്തിലേക്കാരം വരിക. നല്ല ക്രീം, നല്ല ഗ്രേവി കട്ടിയേക്കാരം. അപ്പൊ ഇത് പശുതിക്ക് ഇറക്കി വെക്കണം, ഈ ബോട്ടിലേക്ക് ഇറക്കി വെക്കണം. ഇതാണ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. എന്നതിന് നമ്മൾ ഈ ജെല്ല് ഇതിക്ക് ഒഴിക്കണം. ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാക്സിമം ജെല്ലായിക്ക് എത്തി. ഇത് ഈ നെറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ മിഷൻ വെച്ചിട്ട് അടിച്ചുകൊണ്ടേയിരിക്കണം. മാക്സിമം ഒരു മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് ഫുള്ള് ഇതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു മണിക്കൂറൊക്കെ അടിക്കണം ഇത് വെച്ചിട്ട്? ഒരു മണിക്കൂർ അടിക്കണം. അത് ഒരു മണിക്കൂർ ഞങ്ങൾ അടിക്കാണെങ്കിൽ ഫുള്ള് ഒരു ദിവസം ഉണ്ടാകും. ഓരോ ദിവസം ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന സമയം ഒരു മണിക്കൂറൊന്നല്ല, അതിൽ കൂടുതൽ അടിക്കേണ്ടി. ഒരു ചെറിയ പാത്രത്തിൽ അടിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ അടിക്കേണ്ടി. അപ്പൊ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ നെറ്റിലെ ഈ ഒരു പാത്രത്തിൽ നിന്ന് പുറത്തേയുള്ള പാത്രത്തിലേക്ക് ഇത് പോയിക്കൊണ്ടേയിരിക്കും. ക്രീം പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് മോട്ടായിട്ട് കിട്ടുക, തിക്കായിട്ട്. അങ്ങനെയാണ് തിക്കായിട്ട് വരുന്നത്. ഇതാണ് നിങ്ങളൊരു വെറൈറ്റി ഒരു സിസ്റ്റം അല്ലേ? അതെ. ഇപ്പൊ നമ്മൾ ഇത് മിഷൻ വെച്ച് അടിച്ചില്ലേ, ഈ അടിച്ചതിന്റെ ശേഷം ഇതായ രീതിയിലാണ് ഇത് വരിക. ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഉറ്റുന്നുണ്ടല്ലോ, അടിയിൽ കണ്ടില്ലേ. ഇതാണ് ഒറിജിനൽ ജെല്ല്. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? തിക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ടാവും, തിക്കായിട്ടുണ്ടാവും. അപ്പൊ ഇത് എടുത്തിട്ട് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇതിൽ? ഇതിക്ക് വേണമെങ്കിൽ മുഖത്തൊക്കെ തേക്കാനുള്ള ആൾക്കാർക്ക് നമ്മൾ റോസ് വാട്ടർ മാത്രമാണെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കും.
ഇങ്ങനെ തന്നെ കൊടുക്കും. ഇങ്ങനെ തന്നെ കൊടുക്കും, ബോട്ടിലാക്കിയിട്ട് കൊടുക്കും. ഇപ്പൊ നമ്മൾ കണ്ടത് കറ്റാർവാഴിന്റെ ജെല്ലാണ് ഉണ്ടാക്കിയത്. ഇനി ഇതേമാതിരി കറ്റാർവാഴിന്റെ ജെല്ല് കൊണ്ട് തന്നെ ഹെയർ ഓയിലും ഉണ്ടാക്കിണ്ടായിരുന്നു. ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ടോ? ഹെയർ ഓയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കറ്റാർവാഴിന്റെ ഹെയർ ഓയിൽ. പൊതുവെ കുറവല്ലേ, അങ്ങനെ പുറത്തങ്ങനെ കേട്ടിട്ടില്ല. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, കറ്റാർവാഴിന്റെ ജെല്ലിന്റെ എണ്ണ എന്നുള്ള ഒരു വെറൈറ്റി ആയിക്കോട്ടെ. തലയിൽ തേക്കാനുള്ള ഹെയർ ഓയിൽ. തല തേക്കാനുള്ള ഹെയർ ഓയിൽ ഏത് പ്രായക്കാർക്കും തേക്കാം. പിന്നെ അതന്നെ ഇതിന് കറ്റാർവാഴിന്റെ സോപ്പും ഉണ്ട്, ജെല്ല് സോപ്പും വരുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് അലിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ചെറുതായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും അലിയില്ല, വെള്ളത്തിലിട്ട് വെച്ചാൽ അലിയും, അല്ലാതെ അലിയൊന്നുമില്ല. വെള്ളത്തിലിട്ട് വെക്കാതിരിക്കുക, അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ നല്ല അടിപൊളിയായിട്ട് സോപ്പായിട്ട് നമുക്ക് അതിന് നല്ല സോപ്പാണ്. പിന്നെ നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ആണ് ഫുഡ് പ്രോഡക്റ്റ്. ഒരു ഫാമിലിക്ക് വേണ്ടി എല്ലാ ഫുഡും ഉണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫുഡുകളാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതാണ് മെയിൻ സലാം പാഞ്ച. സലാം പാഞ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് കുടിക്കാനുള്ള, ടൈമിംഗ് കുറവ്, ബലക്കുറവ്, ബീജത്തിൽ ചലനക്കുറവ്, അണുക്കൾ കുറവ്, അതിനൊക്കെ ഉള്ളവർക്ക് ഇത് കുടിച്ചാൽ റെഡിയാവും. സലാം പാഞ്ചന്റെ പാക്കറ്റ് ആണ് ഈ കാണുന്നത്, അതിന്റെ പൗഡർ. ഇത് സഫേദ് മുസ്ലിയാണ്. സഫേദ് മുസ്ലി അതേമാതിരിയുള്ള സാധനമാണ്. ദാമ്പത്യ ബന്ധ പരാജയം ഉള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം. അതിന്റെ പൗഡർ നിങ്ങൾ അതിന്റെ പൗഡറാണ് ഇത്. ഇത് നായ്ക്കൊരഞ്ഞ പരിപ്പിന്റെ പൗഡർ. ഇത് പിന്നെ എല്ലാവർക്കും അറിയണതാണ്, നമ്മുടെ കേരളത്തിലുള്ള കൃഷിയാണ്. ഇതാണ് അത്. ഇത് അശ്വഗന്ധ പൗഡർ, ഇതാണ് അത്. അതേമാതിരി തന്നെ വയൽച്ചുള്ളി വിത്ത്, ഇതൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ ആവശ്യമുള്ളതാണ്. ടൈമിംഗ് കുറവ്, അങ്ങനെ ബലക്കുറവുള്ള ബുദ്ധിമുട്ടുകൾ വരും, ആണിനും പെണ്ണിനൊക്കെ ഉണ്ടാവും. ഈ സലാം പാഞ്ച എന്ന് പറയുന്നത് അതൊരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ് അല്ലേ? അത് ഒരു കിഴങ്ങാണ്, ഓർക്കിഡിന്റെ കിഴങ്ങാണ്. ഓർക്കിഡാണ്, ഹിമാലയത്തിലേ കിട്ടുള്ളൂ. ഇത് കൂടാതെ തന്നെ വേറെ പ്രോഡക്റ്റ് ഉണ്ട് നമ്മളെ കൃഷി എടുത്തു പറയേണ്ടതാണ്. ഇതാണ് ആ സാധനം. എന്താ ഇത്? പാൽമുതുക കിഴങ്ങ്. ഏത് വയസ്സന്മാരും ചെറുപ്പക്കാരനാക്കും. ഏത് വയസ്സന്മാരും ചെറുപ്പക്കാരനാക്കും. ഇതുകൊണ്ട് സംസ്കരിച്ച് ഇത് തോലെത്തി പാലിൽ പിങ്ങിയിട്ട് നമ്മൾ പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് മുനീർക്കാസ് പ്രോഡക്റ്റിന്റെ വിശേഷങ്ങള്. എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ, ഇത് എങ്ങനെയാണ് ജെല്ല് ചെയ്തെടുക്കുന്നത്. അതേപോലെ ഈ ജെല്ല് വെച്ചിട്ട് തന്നെ ഹെയർ ഓയിലും ചെയ്യുന്നുണ്ട്, സോപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഫുഡ് പ്രോഡക്റ്റുകൾ, ഒത്തിരി ഫുഡ് പ്രോഡക്റ്റുകളും മുനീർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോയുടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.